നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഒരു പിക്ചറാണ്. പഴയ 20 രൂപ നോട്ടിലുള്ള അതിന്റെ പുറകിലുള്ള ഈ ഒരു പിക്ചർ. അതാണ് മോരെ ഇത്. ഇന്റർനെറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നെറ്റ് ഇല്ല. ഏതാണ്ട് ഇതാണ് ജങ്കാറട്ടാ. നേരെ വന്നങ്ങ് അടുക്കും. ഇപ്പോൾ വണ്ടി നിന്നില്ല, അതിന് മുമ്പേ ആൾക്കാർ ഇറങ്ങാമോ. ഫുള്ള് തെങ്ങ്, പിന്നെ പല സ്ഥലത്തും വാഴ കൃഷിയൊക്കെ കാണാം. ഇവിടെ സൈക്കിള് റെന്റിന് കിട്ടും. ഇത് നല്ല തിരക്കുള്ള ടൗൺ ആണല്ലോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ജങ്കാറിലോട്ട് കയറാണ്. വണ്ടികൾ വെച്ചേക്കണുണ്ട് നിങ്ങൾ, നല്ല കറക്റ്റ് ഒതുക്കിയ അച്ചടക്കമുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതേ നോക്കിയൊക്കെ അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി ഷൈൻ, വേളാങ്കണ്ണി പള്ളി. ഇത് ശ്രീ റാം മന്ദിർ, ശ്രീരാമന്റെ പേരുള്ള ഒരു അമ്പലം ഉണ്ടേക്കാണ്. ഈ ഒരു ദ്വീപ് ആൻഡമാനിലെ പച്ചക്കറിത്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡമാനിലെ പല ദ്വീപുകളിലോട്ടും ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എനിക്ക് പുറകെ കണ്ട വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്റ്റാച്ചു കാണാം. അതിൻ്റെ പുറകിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് ഇവിടുത്തെ ഒരു പ്രധാന മാർക്കറ്റാണ്. ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറിയും അതുപോലെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കൊണ്ടുവന്നതുണ്ടാവും, അതെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു പ്രധാന മാർക്കറ്റാണ് ഈ ഒരു ദ്വീപിലെ. ഈ ഒരു മാർക്കറ്റ് രാവിലെ തൊട്ടും ഉണ്ട്, പക്ഷേ ഏറ്റവും സജീവമാവുമെന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഏതാണ്ട് 9 മണിയോട് കൂടി ഇത് അടയ്ക്കും. അപ്പോഴേക്കും ആൾക്കാരൊക്കെ പോകും. പക്ഷെ അതുവരെ ഈ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറി എല്ലാം മേടിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സജീവമായിട്ടുള്ള മാർക്കറ്റാണ് ഈ ഒരു ദ്വീപിലെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദ്വീപിൻ്റെ ഒരു പ്രധാന ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജെട്ടിയാണ്. പിന്നെ ഇവിടെ നിന്നൊരു 3-3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ദ്വീപിൻ്റെ അറ്റത്തും. അതുപോലെ ഈ വഴി നേരെ ബാക്കോട്ട് പോയ ഒരു 3.5 കിലോമീറ്റർ പോയാലും ഈ ദ്വീപിൻ്റെ അറ്റത്തും. അതായത് ടോട്ടലി ഈ ഒരു ദ്വീപ് 7 കിലോമീറ്റർ ഉള്ളൂ. അത്രയും ചെറിയൊരു ദ്വീപാണ്. ഇനി ഏതാണ് ദ്വീപ് എന്നല്ലേ? യെസ്, പഴയ പേര് നീൽ ഐലൻഡ് എന്ന് പറയും. പുതിയ പേരെന്ന് വെച്ചാൽ 2018 പേര് മാറ്റിയത് ഷഹീദ് ദ്വീപ്. ആൻഡമാനിലെ ഹാവലോക്ക്, അതായത് മറ്റേ സ്വരാജ് ദ്വീപിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ ദ്വീപാണ് ഈ ഒരു ഷഹീദ് ദ്വീപ്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തും പോയി. അതായത് ഇവിടുത്തെ ബീച്ചുകളാണ് ഇവിടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ബീച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ബീച്ചാണ്. അതുപോലെ അതിൻ്റെ പേരുകൾ ഈ പുരാണങ്ങളിൽ നിന്നുള്ള പേരുകളാണ് ഇട്ടേക്കണത്. ലക്ഷ്മൺപൂർ ബീച്ച്, സീതാപൂർ ബീച്ച്, പിന്നെ ഭരത്പൂർ ബീച്ച്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബീച്ചുകളുടെ പേര്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസങ്ങളിൽ നിന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ട്. ബീച്ച് ആക്ടിവിറ്റിയാണ് കൂടുതൽ, വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. എനിക്ക് പുറയിൽ വന്നിരിക്കുന്ന വണ്ടിയുണ്ട്, അത് ഇവിടുത്തെ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. കണ്ടോ, ഇങ്ങനത്തെ വണ്ടിയിലാണ് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സീതാപൂർ ബീച്ച്. നമ്മളത് കണ്ടില്ല, അങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും സൺറൈസ് കാണാൻ പോകാനിരുന്ന വെച്ചാൽ ഞാൻ പയ്യെ എണീറ്റ്. ഇന്നിപ്പോൾ നല്ല ക്ഷീണം വരുന്നു. ഇന്നലെ ഫുൾ ഡേ ഓട്ടോ ആയിരുന്നല്ലോ. യെസ്, അപ്പോൾ ഇപ്പോൾ സമയം 7:30. എനിക്ക് തിരിച്ചിന്ന് പോകണം പോർട്ട് ബ്ലെയറിലോട്ട്. അത് 11:15. അപ്പോൾ ആ ഷിപ്പ് മുമ്പ് സമയമുണ്ട്. നമുക്കൊന്ന് ആ ഒരു ബീച്ച് കണ്ടിട്ട് വരാം. ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോകണം. കിഴക്കോട്ട് പോകണം. അത് സൺറൈസ് കാണുന്ന സ്ഥലമാണ്. പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്മൺപൂർ ബീച്ച്, സൺസെറ്റ് കാണുന്ന സ്ഥലം. ഓക്കെ, പോകാം. ഈ ഒരു ദ്വീപിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഹോട്ടലിൻ്റെ ചെക്കൗട്ട് സമയം. 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം, രാവിലെ 8 മണിക്ക്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ബോട്ടിൻ്റെ സമയമൊക്കെ അനുസരിച്ചാണ് ഇത് സെറ്റ് ചെയ്തേക്കണമെന്ന് തോന്നുന്നത്. ചെക്ക് ഇൻ സമയം നമുക്ക് രാവിലെ 10 മണിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. രാവിലെ കിടന്ന് ഉറങ്ങും ഈ നേരത്തൊക്കെ ചിലവരൊക്കെ. അപ്പോൾ 8 മണിക്ക് ചെക്കൗട്ട് സമയമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ സമയം, അതായത് ഫെറിയുടെ സമയം ഇന്ന് 11 മണിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂം ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈക്കും തിരിച്ചു കൊടുക്കണം. ഇത് നമ്മൾ റെൻറ്റിന് എടുത്തത് ഇന്നലെ 24 മണിക്കൂറത്തേക്ക് 600 രൂപ. അപ്പോൾ ഇതിൻ്റെ സമയം 9:30ആണ്. ഇന്നലെ 9:30ക്കാണ് എടുത്തത്. അപ്പോൾ 9:30 ആകുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണം. പിന്നെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ബാഗ് അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ നമുക്കിപ്പോൾ ആ ബീച്ച് കണ്ടിട്ട് തിരിച്ച് ചെല്ലാവുന്ന സമയമുള്ളൂ. അങ്ങനെ സീനൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ, ലോക്കൽ ബസ് റൂട്ടും കൂടിയാണ്. പിന്നെ ആൾക്കാരൊക്കെ താമസിക്കുന്നതല്ലേ, ബസ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ കുറേ കടകളൊക്കെ കാണാം. എല്ലാ സ്ഥലത്തും ഒരുപാട് റിസോർട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സീതാപൂർ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് വണ്ടി ഓടിച്ച് എത്തും കേട്ടോ.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആനിമൽസിന് തീറ്റ കൊടുക്കരുത്, അതായത് ഈ പട്ടികൾക്കൊന്നും കൊടുക്കരുതെന്നാണ് അവർ എഴുതി വെച്ചത്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. നിറച്ച് പട്ടികളാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് കിടക്കണം പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വണ്ടി ഞാൻ അവിടെ വെച്ചു. പക്ഷെ ബീച്ച് കാണാനില്ലല്ലോ, ഇത് നടക്കണോ? ഇതാന്ന് തോന്നുന്നു, ഇതിൽ ഇറങ്ങാം. ഇത് ചെറിയൊരു ബീച്ചാണ്ടാ. അപ്പോൾ ഇതാണ് സീതാപൂർ ബീച്ച്. ഈ ഒരു ദ്വീപിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ബീച്ച് ഏരിയ ഉണ്ടാ. പക്ഷേ ബീച്ചിൽ നിന്ന് ചെറിയൊരു സ്ഥലമുള്ളത് കണ്ടാ. ഇത്ര ഭംഗിയുള്ള ബീച്ചായിട്ട് തോന്നണില്ല. കുറേ പേരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്ര നല്ലതാണോന്ന് അറിയില്ല, നല്ല ആഴമുള്ള പോലെ തോന്നണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ച് വരും. അതാണ് ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. രാവിലെ വന്നോട്ടെ 5:30 എണീക്കാൻ മടിയായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. എപ്പോഴെപ്പോഴും ഇത് കാണണമെന്നില്ലല്ലോ, നമ്മൾ സ്ഥിരം സൺറൈസും സൺസെറ്റാണ് കണ്ടുകൊണ്ടിരിക്കണം. ഇവിടെ വന്നാൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒഴിവാക്കിയാണ്. താല്പര്യമുള്ളവർക്ക് നേരത്തെ വന്നാൽ നല്ല അടിപൊളി സൺറൈസ് കാണാം. സൺസെറ്റ് കാണണമെങ്കിൽ ലക്ഷ്മൺപൂർ ബീച്ചിലോട്ട് പോകണം, ഇന്നലെ പോയ പോലെ. ഇതാണ് ഈ ഒരു സീതാപൂർ ബീച്ച്. പിന്നെ ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ, ഒട്ടുമില്ല. എൻ്റെ എയർടെലാണ്, എയർടെൽ റേഞ്ച് കിട്ടുന്നില്ല. ഇവിടെ BSNL ആയിരിക്കും മെയിനായിട്ട് എല്ലാ ദ്വീപുകളിലും വർക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട ദ്വീപുകളിലൊക്കെ എയർടെലും ജിയോ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ഹാവലോക്കിൽ പോയപ്പോൾ എയർടെലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. ഇവിടെ എയർടെലിൻ്റെ റേഞ്ച് ആ ടൗൺ ഏരിയയിൽ കിട്ടുമെങ്കിലും നെറ്റ് കിട്ടുന്നില്ല, ഭയങ്കര സ്ലോവാണ്. പക്ഷെ 4G കാണിക്കുന്നുണ്ട്, പക്ഷെ റേഞ്ച് കിട്ടുന്നുണ്ട്. കോളൊക്കെ ചെയ്യണതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ശരിക്കും ഈ ഒരു ദ്വീപേ നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഒട്ടും തിരക്കില്ല. ഇത് കണ്ടോ, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് ഈ വഴി കൂടി ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ പോകാനായിട്ടെ. നിറച്ച് തെങ്ങാണ്, ഇത് നോക്കി, ഫുള്ള് തെങ്ങ്. പിന്നെ പല സ്ഥലത്തും വാഴക്കൃഷിയൊക്കെ കാണാം. ഈ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വാഴക്കൃഷിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിനപ്പുറത്ത് വേറെ എന്തൊക്കെയോ ക്യാബേജോ അങ്ങനെ എന്തോ സംഭവങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ആ സൈഡിലോട്ടൊക്കെ. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ജെട്ടി 4 കിലോമീറ്റർ എന്നൊരു ബോർഡ് ഇതുണ്ട്. പിള്ളേർ സ്കൂളിൽ പോകുന്നു, അമ്മമാർ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നു. ഇതൊക്കെ ഇവിടെ നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ കേട്ടോ, വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു 1-2 കിലോമീറ്റർ, ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ 3 കിലോമീറ്റർ നടക്കേണ്ടി വരും. അതായത് ആ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അത് കുറച്ച് അവിടെയാണ്. ഇത് കണ്ട്, ഇതൊരു ഗവൺമെൻറ് മിഡിൽ സ്കൂൾ ഉണ്ട്. ഇതൊരു സ്കൂളാണ് ഈ കാണുന്നത്. ഈ സ്കൂളിലോട്ടാണോ വന്നതെന്നറിയില്ല. സെക്കൻഡറി സ്കൂൾ കുറച്ച് അവിടെ അങ്ങോട്ട് മാറിയിട്ട് ആ ജെട്ടിയോട് ചേർന്നാൽ. ഇതുണ്ട്, വലിയ വലിയ ലോറികളൊക്കെ പോകുന്ന നോക്കി. ഈ ഒരു ദ്വീപിലോട്ട് എങ്ങനെയാണ് വണ്ടികൾ കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? കപ്പലിൽ കയറ്റി കൊണ്ടുവരും. ഇപ്പോൾ ലോറി ആണെങ്കിലും ബസ്സാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും എല്ലാം കപ്പലുകളിലാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഓടിക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് സാധാരണ ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണ്. 1500-2000 ആണ് റേഞ്ച്. ഇത് കൂടാണ്ട് 5000 രൂപയുടെയും 10000 രൂപയുടെയൊക്കെ എല്ലാം ഹെവി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഫാമിലി ആയിട്ടോ വൈഫൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നല്ലൊരു റിസോർട്ടോ എന്തെങ്കിലും എടുക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളിലും ഒക്കെയാണ് നമ്മൾ താമസിക്കുകയുള്ളൂ. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ലൊരു സ്റ്റേ എടുക്കുക. സ്റ്റേ എന്തായാലും നല്ലത് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മോശം സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു താമസ സൗകര്യം ഭയങ്കര മോശമായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് മോശമായിട്ട് തോന്നും, ആ സ്ഥലവും മോശമായിട്ട് തോന്നും. അത് നമ്മുടെ ഒരു ചിന്ത അങ്ങനെ പോകും. അതുകൊണ്ട് ഏറ്റവും നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു സ്റ്റേ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ വിനോദസഞ്ചാരത്തിനാണ് പോകണമെങ്കിൽ. പിന്നെ ഈ ഒരു സീതാപൂർ ബീച്ചിൻ്റെ ഭാഗത്ത് തന്നെ രാംനഗർ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചും കൂടി ഉണ്ട്. വേണമെങ്കിൽ അതും കൂടി കാണാം. ഞാനത് കാണാൻ നിൽക്കുന്നില്ല. അത്ര പ്രത്യേകതയുള്ള ബീച്ചൊന്നുമല്ല. ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെ ചെറിയൊരു ബീച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ലക്ഷ്മൺപൂർ ബീച്ചും അതേപോലെ തന്നെ ഭരത്പൂർ ബീച്ചും. ഇത് രണ്ടും കണ്ടാൽ തന്നെ ഫുൾ സെറ്റാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്, എല്ലാ സെറ്റപ്പും അവിടെയുണ്ട്. കാണാനും ഭംഗിയുള്ള ബീച്ചുകളാണ്. അവിടെ നിന്ന് നമ്മൾ വണ്ടി ഓടി ഇവിടുത്തെ പ്രധാന ടൗണിലേക്ക് വന്നു. ഞാൻ താമസിക്കുന്നത് ആ പുറയിൽ ആ ഭാഗത്താണ്. ഇവിടെ വലിയൊരു ആലുണ്ട്, ഇതുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നൊരു അമ്പലമാണ്. ഇതിനെ നീൽ കേന്ദ്ര എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന ടൗണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ജെട്ടിയാണ്. അപ്പോൾ ഇവിടെ തന്നെ താമസിക്കാനുള്ള പ്രധാന കാരണം ആക്സസ് ആണ്. എനിക്കിപ്പോൾ ജസ്റ്റ് ജെട്ടിയിലോട്ട് നടന്നു പോയാൽ മതി. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ എല്ലാ ഡിഷും കിട്ടും. അത് ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അയ്യോ, ഇപ്പോൾ കയറിച്ചെന്നില്ല, അതൊരു സ്വീറ്റ്സ് കടയാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. അത് ഇഡ്ഡലി പോലത്തെ സാധനം അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് സ്വീറ്റ്സ് ആയിരുന്നു. ഞാൻ വെച്ച് ഇഡ്ഡലിയാണത്. അപ്പോൾ ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇതാണ്. ശ്രീ രാധാ ഗോവിന്ദോ മന്ദിർ, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, പലചരക്ക് കടയും മാർക്കറ്റും. പിന്നെ ബാങ്ക് ഞാനിവിടെ കണ്ടില്ല. എന്നുവെച്ചാൽ ഈ ഒരു ദ്വീപിലെ ഒരേ ഒരു ടൗൺ ഏരിയയാണ് ഈ ഒരു നീൽ കേന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. നമ്മൾ ആദ്യം കണ്ട സ്ഥലമാണ് ഇത്, മാർക്കറ്റ്.
നമ്മുടെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്റ്റാച്ചു കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന മാർക്കറ്റ്. പച്ചക്കറിയൊക്കെ മേടിക്കാം. എല്ലാം ആക്റ്റീവായി വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു, പക്ഷേ ആൾക്കാരുണ്ട്, മേടിക്കാൻ പറ്റും. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ വഴിയുണ്ട്, ഇതിലെയാണ് നമ്മൾ മറ്റേ നാച്ചുറൽ ബ്രിഡ്ജിലോട്ടൊക്കെ പോകുന്നത്, ഈ ഒരു വഴി. അപ്പോൾ ഞാൻ നടക്കുന്ന വഴിയിൽ കണ്ട ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ ഓംലെറ്റ്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ട, ഇതൊരു സ്റ്റേ ആണ്. അവിടെ നോൺ എ സിക്ക് 1200 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡബിൾ ബെഡ്റൂമിന് 1600 AC. അതൊക്കെയാണ് റേറ്റ് വരുന്നത്. തൊട്ടടുത്ത് തന്നെ, ആ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത്. ഇവിടെ സൈക്കിൾ റെൻറ്റിന് കിട്ടും കേട്ടോ. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇതൊക്കെ സൈക്കിൾ റെൻറ്റ്, അത് കിടിലം പരിപാടിയാണല്ലോ. ഈ ദ്വീപ് മൊത്തം സൈക്കിളിൽ നടക്കണമെങ്കിൽ നടക്കാൻ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ, ആൽമരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ട കൊള്ളാലോ. ഇവിടെ തന്നെ 2 വീലറും കിട്ടും. ഞാൻ താമസിക്കുന്ന സ്ഥലമാണിത്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ വന്ന ലക്ഷ്മൺപൂർ ബീച്ചിലോട്ടാണ്. ലക്ഷ്മൺപൂർ ബീച്ച് 1, ഏറ്റവും അറ്റത്ത് മുനമ്പ്. സൺസെറ്റ് കാണാൻ വന്നില്ല ആ സ്ഥലം. ആയിക്കോട്ടെ, ഇപ്പോഴത്തെ കാഴ്ച എങ്ങനെ നോക്കട്ടെ. അയ്യോ, കടൽ കയറി, വേലിയേറ്റം. ഇന്നലെ നമുക്ക് കുറേ ദൂരം അങ്ങ് പോകായിരുന്നു, ഒട്ടും വെള്ളമില്ലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ആ മരത്തിൽ തട്ടി വീണത്? ആ മരം ചാടിക്കിടന്നാണ് പോയത്, അവിടെയൊക്കെ വെള്ളമായി കണ്ടോ. അടിപൊളി. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ ഹാവലോക്ക് ഐലൻഡ്. ഇതിൽ കൂടിയൊക്കെ ഞാൻ നടന്നാണല്ലോ. എല്ലാവരും ഇവിടെ കിടക്കണമായിരുന്നു കേട്ടോ, രാത്രിയൊക്കെ വന്നിട്ട്. രാത്രി എന്ന് വെച്ചാൽ 6 മണി 5 മണി നേരത്തൊക്കെ ആളുകൾ ഇവിടെ കിടക്കായിരുന്നു. ആ സ്ഥലം മൊത്തം വേലിയേറ്റം വന്ന് വെള്ളം കയറി. കളറ് കണ്ടോ, അടിപൊളിയല്ലേ. ഈ ഒരു ദ്വീപിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ മരങ്ങൾ. ഈ തീരത്തോട് ചേർന്നുള്ള മരങ്ങൾ ഭയങ്കര ഹൈറ്റാണ്. ഇത് കണ്ടോ, പക്ഷെ ഭയങ്കര ഭംഗി. നമ്മളേതോ വലിയൊരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ജുറാസിക് പാർക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തരുന്ന മരങ്ങളാണ് കേട്ടോ. കൊള്ളാം എന്തായാലും. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ വാന നിരീക്ഷണമൊക്കെ നടത്തിയ സ്ഥലമാണ് ഈ കാണുന്നത്. അതെന്തായാലും രസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഇവിടെ രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും, ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. കണ്ടോ, ഈ ഭാഗത്ത് തണലും ഉണ്ട്, അവിടെ അങ്ങോട്ട് വെയിലായിരിക്കും. സൺസെറ്റാണ് ശരിക്കും ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. ആ സമയത്ത് എന്തായാലും മന്നം, അതല്ലാണ്ട് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അപ്പോഴും വരാം. ഞാൻ നോക്കുമ്പോഴേ ഇതിനകത്ത് നിറച്ച് തത്ത, പച്ചത്തത്തയും പിന്നെ ഒരു പച്ചയും മഞ്ഞയും ഷെയ്ഡുള്ള തത്തകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ തത്തകൾ. ഇത് കണ്ടോ, ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ. വേറെ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതെനിക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതാണ്. ഇതാണ് കോറൽ. അതായത് ഈ കാണുന്ന പച്ച കളറ് കടലിന് കൊടുക്കുന്നത് ഈ കോറലാണ്. അതാ, ഇതാണ് ആ സാധനം. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ നിന്ന് കിട്ടിയതാണ്. ബീച്ചിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എന്ത് രസമല്ലേ, കിടിലൻ കടൽ. ഇന്നലെ ഞാൻ കയറി നിന്ന കല്ലൊക്കെ കാണാനില്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റേയിലോട്ട് വന്ന് ബാഗ് എടുത്തു. ഇനി ജെട്ടിലോട്ട് പോവാം. നമുക്ക് ആ വണ്ടി തന്നെ ആ ചേട്ടൻ ജെട്ടിലോട്ടാക്കി തരും. അതെ, ഹെൽമെറ്റ് നിർബന്ധം. ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ. യെസ്, അപ്പോൾ നമ്മൾ ജെട്ടിയിലെത്തി. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്റ്റേ ഒക്കെ ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ കരിക്ക് വെക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇതാ കാണുന്നത് കണ്ട. നമ്മൾ ആക്ച്വലി നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. സമയം 9 ആയിട്ടുള്ളൂ. 11:15 എൻ്റെ ബോട്ടുള്ളത്, ഫെറി ഉള്ളത്. ശരിക്കും ഇത്രയും നേരത്തെ ഒന്നും വരണ്ട, ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വന്നാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 3/4 മണിക്കൂർ മുമ്പ്. ഈ ഹോട്ടൽ രാജലക്ഷ്മിയുടെ അതേ ബിൽഡിങ്ങിൽ തന്നെ ഈ ഭാഗത്ത് ഗ്രീൻ ഓഷൻ്റെയും അക്രൂസിൻ്റെയൊക്കെ ഓഫീസുണ്ട്. നമുക്കൊന്ന് അവിടെ പോയി ചോദിച്ചു നോക്കാം. എൻ്റെ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. ഇവിടെ എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. അക്രൂസ്, ഗ്രീൻ ഓഷൻ, നോട്ടിക. നമ്മുടെ ഗ്രീൻ ഓഷനാണ്. നമ്മുടെ ഫെറി ഉള്ളത് 11 മണിക്കാണ് ഞാൻ എടുത്തേക്കണത്, ഞാൻ ബുക്ക് ചെയ്തേക്കണത്. ഗ്രീൻ ഓഷൻ 1 എന്ന് പറഞ്ഞിട്ടൊരു ഫെറിയാണ്. അപ്പോൾ അവിടെ അത് ഓപ്പൺ ആയിട്ടില്ല. ജസ്റ്റ് അരമണിക്കൂർ മുമ്പൊക്കെ വന്നാൽ മതി ശരിക്കും. അപ്പോൾ ഞാൻ പോയിട്ടൊരു കരിക്ക് കുടിക്കട്ടെ. ഇവിടെ പച്ചക്കരിക്കും കിട്ടും, ചുവന്ന കരിക്കും കിട്ടും. ചെന്തങ്ങ് എന്നുള്ളതാണെന്ന് തോന്നുന്നു, ചെങ്കരിക്ക്. പിന്നെന്താ പറയണമെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരെണ്ണം കുടിച്ചപ്പോൾ നല്ല ഗ്യാസായിരുന്നു. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചിലവർ അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. ഞാൻ ആ കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അയാൾ മൈൻഡ് പോലും ചെയ്യണില്ല. എനിക്കറിയത്തില്ല എന്താ കാര്യം. അപ്പോൾ തൊട്ടടുത്ത് വേറൊരു ഫാമിലി വന്ന് അവർക്ക് വെട്ടിക്കൊടുക്കാൻ അയാൾ ഇനി. ഞാൻ അവിടെ നിന്നില്ല, ഞാൻ നേരെ പോയി വേറെ സ്ഥലത്ത് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ വന്നപ്പോൾ കുടിച്ചത്. ഹലോ, അത് അതിനെന്താ പറയണം, റെഡ് ഓക്കെ. ഈ റെഡ് കുടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള സംഭവം ആ കരിക്കിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹാവലോക്കിൽ പോയി കുടിച്ചപ്പോൾ ഈ ചുവന്ന കളറുള്ള കരിക്കാണ് കുടിച്ചത്. അപ്പോൾ ഗ്യാസ് പോലെ ഇങ്ങനെ വന്നിരുന്നു, അതായത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഇവിടെ കിട്ടിയില്ല, പറയാൻ പറ്റില്ലല്ലോ, ഓരോ തേങ്ങയുടെ
ഈ കരിക്കിൻ്റെ ഇതനുസരിച്ചിരിക്കും. എന്നാലും ഞാൻ പ്രതീക്ഷ സംഭവം അല്ലായിരുന്നു. നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ആ പട്ടിക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അടിപൊളി. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഞാനേ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണേ. ഇവിടെ ഈ തീരത്തേക്ക് വരാൻ പറ്റും നമുക്ക്. ആഹാ, അടിപൊളിയാണല്ലോ. ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങാനുണ്ടല്ലോ. കുളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബോട്ടൊക്കെ വെയിറ്റ് ചെയ്യണവർക്ക് ജസ്റ്റ് വന്ന് ഇവിടെയൊക്കെ നിൽക്കാം. ഈ കാണുന്ന ജെട്ടിയാണ്, നമ്മൾ ഈ ഒരു ജെട്ടിയിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയതും. എന്താ നീൽ ജെട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. കൊള്ളാമല്ലേ? എല്ലാ ബീച്ചും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇൻ്റർനെറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നെറ്റില്ല, ഒട്ടുമില്ല. മെസ്സേജ് അയച്ചിട്ട് പോലും പോകുന്നില്ല വാട്സാപ്പിലൊക്കെ. പക്ഷേ നേരെ അപ്പുറത്ത് കാണുന്ന ഐലൻഡിൽ പോയാൽ അത്യാവശ്യം നല്ല നെറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ BSNL ഇവിടെ വർക്ക് ചെയ്യുമായിരിക്കും. ഇതുണ്ടോ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. അത് ആ കൃത്യസമയത്തെ തുറക്കുള്ളൂ കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ വരിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല വെയിലാണ്. ലാസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വന്നാൽ മതി, അതാണ് നല്ലത്. ഇനി കാണുന്നത് ബോട്ട് ബുക്ക് ചെയ്യാനുള്ള, ഫെറി ബുക്ക് ചെയ്യാനുള്ള, ഗവൺമെൻറ് ഫെറി ബുക്ക് ചെയ്യാനുള്ള ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. അവിടെ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ 10 മണിയായപ്പോൾ അത് ഓപ്പൺ ആക്കിയുടെ കൗണ്ടർ. ഞാൻ എൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാണിച്ചപ്പോൾ സീൽ ചെയ്ത് തന്നു. ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് സീൽ ചെയ്ത് തന്നു. യെസ്. അപ്പോൾ ഇവിടെ വന്നോട്ടാ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് മുമ്പ് വന്നാൽ മതി. എന്നിട്ട് ഈ കൗണ്ടറിൽ ചെന്ന് സീൽ മേടിക്കാം. ഇനിയിപ്പോൾ മൊബൈലിലാണ് കാണിക്കണമെങ്കിൽ അവർ അതിൻ്റെ ബോർഡിംഗ് പാസ് വേറെ തരും. മൊബൈലിൽ കാണിച്ചാൽ മതി, പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ അവിടെ പോയി നിൽക്കാം. 10:30 കയറ്റുള്ളൂ. ഈ ഒരു വണ്ടി ഉണ്ടോ, 3 ചക്രമുള്ള സൈക്കിള്. ഇത് ഇവർ ഉണ്ടാക്കിയെടുത്താന്ന് തോന്നുന്നു. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? ലഗേജ് കൊണ്ടുപോകാനായിട്ട്. അതായത് ഈ ജെട്ടി കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ എല്ലാവരുടെയും ലഗേജ് ഇതുപോലെ വെച്ച് കൊണ്ടുപോകണ്ട. ഇവർക്ക് പൈസ സെപ്പറേറ്റ് കൊടുക്കണമെന്ന് തോന്നണം. ഇത് കണ്ട, ഇതേപോലെ ഉണ്ടാ കൊണ്ടുപോകുന്നത്. അവർ ചവിട്ടല്ല, ഉന്തിക്കൊണ്ടാണ് പോകുന്നത്. എല്ലാ ലഗേജും കയറ്റി വെച്ചിട്ട് ഉന്തിക്കൊണ്ട് പോകും. അത് ആ ജെട്ടിലോട്ട് എത്തിച്ചേരും. ഇതിനകത്ത് നോക്കിയാൽ രണ്ടാവന്മാർ അതിനകത്ത് കയറിയിരിക്കണം. എന്ത് കഷ്ടമാണല്ലേ. അത്രയും ലഗേജ് വലിച്ചുകൊണ്ട് ഒരാൾ പോകുന്നു, അതിനകത്ത് സുഖിച്ച് കയറി രണ്ടാവന്മാർ കയറി ഇരിക്കുന്നു. നോക്കി, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. എന്തായാലും അവർക്ക് അവിടം വരെ ഉന്തണം. ഏതാണ്ട് ഒരു 100-200 മീറ്റർ ഉണ്ട് പാലം. അപ്പോൾ നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. നേരത്തെ തണലത്ത് പോയി ഇരിക്കാം. നമുക്ക് സമയമുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ 10:30 ആയപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഇതേ പാലത്തിലോട്ട് കയറി ജെട്ടിയുടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭരത്പൂർ ബീച്ച്. ഇത് നമ്മൾ ഇന്നലെ വന്ന ബീച്ച് കണ്ട, ഫുള്ള് വെള്ളമായി. നമ്മൾ ഇതിലേ കൂടി ഇന്നലെ നടന്നാണെന്ന് ഓർക്കണം. വെള്ളമില്ലാതെ ഇതിലേ നടന്നതാണ് നമ്മൾ ഇന്നലെ. അതിലേ കണ്ട ആ സ്ഥലമൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇനി ഉച്ച കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12 മണി 1 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങി മൊത്തത്തിൽ പോകും. ഒരു 4 മണിയൊക്കെ വന്നാൽ കംപ്ലീറ്റ് പറ്റി കിടക്കണതാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നടന്നത് ഇതിൽ കൂടി അല്ല കേട്ടോ. ആ കാണുന്ന പാലം കണ്ട, ആ പാലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്നത്. മറ്റേ ഗ്ലാസ് ബോട്ടിലേക്ക് കയറി പോയില്ലേ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അവിടെയാണ്. ഇതാണ് ഭരത്പൂർ ബീച്ച്. ഇവിടെ നിന്ന് നടന്ന് നമ്മളിത് ആ കാണുന്ന അവിടം വരെ പോയായിരുന്നു. നടന്നു പോയി ഇതിലേ. എൻ്റെ പൊന്നു, അവിടെ ഫുള്ള് വെള്ളം കേട്ടോ. ഇവിടെ ജെസ്കിയൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഫുള്ള് പറ്റി കിടക്കായിരുന്നു. ഉച്ച കഴിഞ്ഞ് വെള്ളം പറ്റും. അപ്പോൾ ഇത് നോട്ടിക എന്ന് പറയുന്ന ഫെറിയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഓഷനാണ്, പോർട്ട് ബ്ലെയർ. അത് ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞില്ലെന്ന് തോന്നണം അല്ലേ. യെസ്, നമ്മൾ ഈ ദ്വീപുകൾ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് പോർട്ട് ബ്ലെയറിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നീൽ ഐലൻഡിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് പോകാം. പക്ഷേ പ്രൈവറ്റ് ഫെറി കിട്ടാൻ സാധ്യത കുറവാണ്. അത് ഗവൺമെൻറ് ഫെറി ബുക്ക് ചെയ്യേണ്ടി വരും. അതീ കിടക്കുന്നതാണ് നമ്മുടെ ഫെറി, ഗ്രീൻ ഓഷൻ 1. കയറ്റി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നണം. എല്ലാവരും ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ആളുകൾ ഇറങ്ങുന്നേ ഉള്ളതെന്ന് തോന്നണം. നമുക്ക് ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ അതിലേ നടന്ന് കയറാം ഷിപ്പിൻ്റെ നടുഭാഗത്ത് കൂടി. ഷിപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും പുറകോട്ട് വരണം. ഞാൻ എൻ്റെ ബാഗ് അവിടെ കൊടുത്തു. അവരിങ്ങനെ എടുത്തെറിയോട്ടെ, ഈ ഫ്ലൈറ്റിലൊക്കെ ചെയ്യണ പോലെ. കയറിക്കോ. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി. എൻ്റെ സീറ്റ് താഴെയാണ്, ഏറ്റവും ചെറിയ ഇത് ക്ലാസ്സാണ് എടുത്തത് കേട്ടോ. താഴത്തൊരു ഡെക്കിലേക്ക് വന്നേ. അയ്യോ നോക്കി, ഒരു ഹോളൊക്കെ. ഇത് ബെർത്താണ്, മറ്റേ ജെട്ടി. മൈൻഡ് യുവർ ഹെഡ്. ഇത് പ്രീമിയം ക്ലാസ് ആണേ, അവർക്കുള്ള സീറ്റാണ്. അത് ടോപ്പിലാണ്. നമുക്ക് ഇനിയും താഴത്തോട്ട് പോകേണ്ടി വരും. ശരിക്കും താഴത്തോട്ട് പോയാലും നമുക്ക് മുകളിലോട്ട് കയറി വരാം. താഴെ വീണ്ടും പോകണം. താഴെയാണ് എക്കണോമിക് ക്ലാസ്. ഞാൻ അതാണ് എടുത്തേക്കണം, ഏറ്റവും താഴെ. ഇതാണ് എക്കണോമിക് ക്ലാസ്സിൻ്റെ സീറ്റ് സെറ്റപ്പ്. എൻ്റെ സീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 56 എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തം കണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പിന് ആയത് 1400 രൂപ ഉണ്ടാകും. അത് ഈ എക്കണോമി ആയതുകൊണ്ട്. പ്രീമിയം ആണെങ്കിൽ 1700 രൂപ, പിന്നെ 2000 രൂപയുടെ അടുത്ത് അതൊക്കെയാണ് റേറ്റ് തന്നെ.
മറ്റ് ബോട്ടുകൾക്ക് ഇതിലും റേറ്റ് കൂടുതലായിരിക്കും. അതായത് നോട്ടികൾക്കും മക്രൂസിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ 1700 വെച്ചിട്ടാണ്. പിന്നെ 2000, 2500 പ്രീമിയം ക്ലാസ് അനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ ഉണ്ടല്ലോ ഒരു സ്ക്രീനുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ജസ്റ്റ് സ്ക്രീനാണെന്നാണ്, പക്ഷേ ഇത് ലൈവ് ക്യാമറയാണ്. പുറത്തെ കാര്യങ്ങൾ കാണാം. നമ്മുടെ വണ്ടി പുറപ്പെട്ടോ, അതായത് ജട്ടിയിൽ നിന്ന് എടുത്ത് കണ്ട കൊള്ളാലോ പരിപാടി. ലൈവ് ക്യാമറയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഞാനായിട്ടായിട്ട് എൻ്റെ മുകളിലോട്ട് പോവാം, പുറത്ത് പോയി നിൽക്കാം. അപ്പോൾ മുകളിലുള്ള പ്രീമിയം ക്ലാസ് ആണ് ഇത്. പിന്നെയും കൊള്ളാട്ടാ. ഇവിടെ വന്നപ്പോഴേ ആദ്യം കയറ്റി വിട്ടില്ല. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മാറിയാൽ മാത്രമേ പുറത്തോട്ട് വിടുള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇടിച്ചു കുത്തി പുറത്തേക്ക് വന്നു. അതെ ഇതിലങ്ങ് പോവാം. ഇവിടെ നിൽക്കുമ്പോൾ സൗകര്യം, നമുക്ക് കാറ്റൊക്കെ ഉണ്ട്, കാഴ്ചയും കണ്ട് നിൽക്കാം. ഇത് വേണ്ട, അടിപൊളി. പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രൈവറ്റ് ഫെറി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, ഗ്രീൻ ഓഷൻ 1. പിന്നെ നോട്ടികയോ മക്രൂസോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ്ഡ് ആയിരിക്കും എല്ലാം, പുറത്തോട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലോട്ടെത്തി. ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ മേടിക്കാം നമുക്ക്. കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഓൺലി ക്യാഷ് ചെയ്തിട്ടുണ്ട്. കണ്ട സാൻഡ്വിച്ചൊക്കെ ഉണ്ടല്ലോ. ടീ 50 രൂപ, കോഫി 50 രൂപ, സാൻഡ്വിച്ച് 150, അതൊക്കെയാണ് റേറ്റ്. വാവ്, ഇവിടെ വന്ന് നിന്നാൽ മതി. ഞാനതാണ് ഏറ്റവും കുറഞ്ഞ എക്കണോമി എടുത്തിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാനാണ് എൻ്റെ പ്ലാൻ. കണ്ട കാഴ്ച കണ്ട് നിൽക്കാമല്ലോ. ഇതാണ് അടിപൊളി പരിപാടി. കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കണം, 150 രൂപ വരും. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി. കണ്ട അടിപൊളി പരിപാടിയല്ലേ. അതുപോലെ റോയൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ട്, കുറച്ചും കൂടി റേറ്റ് കൂടിയത്. ഇതാണ് റോയൽ ക്ലാസ്സിലോട്ടുള്ള എൻട്രി, ഏറ്റവും ടോപ്പിൽ. കണ്ട ഇത് കണ്ട, ഈ നേരെ കാണുന്നത് ലക്ഷ്മിപൂർ ബീച്ച് നമ്പർ 1 നമ്മുടെ സൺസെറ്റ് പോയിന്റ്. നമ്മൾ കുറച്ചും പോയില്ലേ, ആ സ്ഥലമാണ് ഏറ്റവും അറ്റം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ നാച്ചുറൽ ബ്രിഡ്ജൊക്കെ കാണാം ദൂരെ. നമ്മുടെ മുകളിൽ കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇത് കണ്ട വര കണ്ട, അത് ഏത് ഫ്ലൈറ്റാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇത് കുലാലംപൂരിൽ നിന്ന് അൽമാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണ് കണ്ട. ഇത് കണ്ട 38,000 അടി മുകളിൽ കൂടിയാണ് ആ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കണം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിൽ അറിയാൻ പറ്റും. കണ്ട എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്, എയർബസ് A330. ഈ ഗ്രീൻ ഓഷനിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം മറ്റ് ഫെറികൾ കിട്ടാത്ത, ഗവൺമെൻറ് ഫെറികളിലും ഇല്ല, അതുപോലെ മക്രൂസിലും നോട്ടിക്കലും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ ഡാൻസ് കളിക്കാവുന്നൊരു സെറ്റപ്പ്. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. ഓപ്പൺ ഡെക്കിൽ നമുക്ക് വന്നിരുന്ന് അവർ പാട്ട് വെച്ച് തരും. ഹിന്ദി പാട്ടായിരിക്കും കൂടുതൽ. നമുക്ക് ഡാൻസ് കളിച്ച് തകർക്കാം. അത് ഈ ഒരു ഗ്രീൻ ഓഷന് മാത്രമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു സംഭവം നോക്കി ബുക്ക് ചെയ്താൽ ഇങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഈ 20 നോട്ടില്ലേ, പഴയ 20ൻ്റെ നോട്ട്, അതിൻ്റെ പുറകിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ പടമുണ്ട്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. പഴയ നോട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. അതെവിടെയെന്ന് അറിയാമോ? ദേ ഈ കാണുന്ന സ്ഥലം, അത് കണ്ട, ആ ലൈറ്റ് ഹൗസാണ് ഈ 20 നോട്ടിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ പിക്ചർ എടുത്തിരിക്കുന്നത് ശരിക്കും ആ സൈഡിൽ നിന്നാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇപ്പോൾ സമയം 1 മണി. നമ്മൾ പോർട്ട് ബ്ലെയറിലെത്തി. അപ്പോൾ 11 മണിക്ക് പുറപ്പെട്ടാൽ 1 മണിക്ക് എത്തുമെന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ട്രാവൽ ടൈമാണ്. എല്ലാവരുടെയും ബാഗ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാഗ് കിട്ടി. മറ്റ് ഫെറികളൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്തോട്ടാ. ഈ ഒരു ഫെറിയും ഗവൺമെൻറ് ഫെറിയൊക്കെ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ ഹാഡോ ജെട്ടിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. നമ്മൾ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടാ. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇതുണ്ട്. ഇവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒരു സിറ്റി സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ, അതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാനാണ് വിചാരിക്കണം. കാരണം എനിക്ക് അടുത്ത ദിവസം ഇവിടെ നിന്ന് ബസ് കയറി പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ എടുക്കാമെന്നാണ് വിചാരിക്കണം. ഞാൻ ഇവിടെ നടന്ന് കുറച്ച് ഹോട്ടലൊക്കെ നോക്കിയേ ഈ ഒരു പരിസരത്ത്. അതായത് എനിക്ക് പുറകിൽ ക്ലോക്ക് ടവർ, ഇങ്ങോട്ട് പോകുമ്പോൾ മറ്റേ ഗാന്ധി സ്റ്റാച്ചു, ആ ഒരു വഴിയിലാണ് ഞാൻ നോക്കിയത്.
അപ്പോൾ 3000 പറയുന്നത്, ചില സ്ഥലത്ത് 2500, 2100, 1800 അങ്ങനെയൊക്കെ റേറ്റ് പറയുന്നു. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം താമസിച്ച സണ്ണി വെയിലിൽ തന്നെ പോയാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ഇതൊക്കെ ഇവിടെ എല്ലാ പാർട്ടിയുടെയും കൊടിയുണ്ടല്ലോ. CITU, BJP, അങ്ങനെ പിന്നെ വേറെ ഏതോ പാർട്ടിയുടെ കൊടിയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച സണ്ണി വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഉണ്ട്, അത് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ആ ഒരു നടത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ റേറ്റും കൂടുതലാണ് മേടിക്കണം. പിന്നെ നല്ല സ്റ്റേ ആണോന്ന് അറിയാൻ ഞാൻ കയറി നോക്കി ഒന്ന് കണ്ടെണ്ണം, കുഴപ്പമില്ല, പക്ഷേ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നമുക്ക് ആ ചേച്ചിയുടെ സ്റ്റേയിലോട്ട് തന്നെ പോകാം. അത് നല്ല സ്റ്റേയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ, ഇതിൻ്റെ അപ്പുറത്ത് കാണാനാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എളുപ്പത്തിൽ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു ഓട്ടോ വീണ്ടും വിളിച്ചു, നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു. ഇതാണ് കംഫർട്ട്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. 1500 രൂപയുള്ളൂ, വലിയ സീനും ഇല്ല, നല്ല സ്റ്റേ ആണ്. ആകെയുള്ള സംഭവം എനിക്ക് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുള്ള ഒരു മടി കൊണ്ട് അടുത്തെവിടെയും കിട്ടുമെന്ന് നോക്കിയാണ്. കുഴപ്പമില്ല, ഇത് മതി, ഇത് നല്ല സ്റ്റേ ആണ്. ഇത് ആക്ച്വലി ഒരു ഹോം സ്റ്റേ ഉണ്ട്, ഒരു ചേച്ചി നടത്തുന്ന. 2ാം നിലയിലാണെന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പ് കയറി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമുക്ക് നോർത്ത് ബേ പോവാം. കിടിലൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത ബൈക്ക് സ്കൂട്ടർ എൻ്റെ സ്ഥലമില്ലേ, അവിടെ പോയി വണ്ടി വീണ്ടും എടുത്തു വന്നിട്ട് നോർത്ത് ബേ കാണാമെന്ന് വിചാരിച്ചു. നോർത്ത് ബേ എന്ന് പറഞ്ഞാൽ നേരെ അപ്പുറത്ത് കാണുന്ന സ്ഥലം ഉണ്ടാ. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. വെള്ളമൊക്കെ വറ്റി ഇരിക്കുകയാണ്, എനിക്ക് തോന്നുന്നു വേലിയർക്കും ഇരിക്കാം ഉണ്ടാ. അപ്പോൾ ഇത് ചാത്ത ഐലൻഡാണ് ഈ കാണാം. ചാത്ത ഐലൻഡ് എന്ന് പറഞ്ഞാൽ പഴയ കപ്പലുകളൊക്കെ, ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കപ്പലുകളൊക്കെ വന്നുകൊണ്ടിരുന്ന ചെയ്തായിരുന്നു. ഹാഡോ ജെട്ടിയില്ല, അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ചാത്ത ഐലൻഡ്, അതായത് കപ്പലുകളൊക്കെ വന്നിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അവിടെ നിന്ന് വേണം നമുക്ക് നോർത്ത് ബേ പോകാനായിട്ട്. നോർത്ത് ബേ ആണ് ആ ഒരു സൈഡ് കാണുന്നത്. ഇവിടെ ഈ ബിൽഡിങ്ങിലൊരു സംഭവം കണ്ടോ, അത് നോക്കിയേ, ഇത് ബങ്കറാണെന്ന് തോന്നണേ, കണ്ടിട്ട് അങ്ങനെ തോന്നണം. ഹോളൊക്കെ ഉണ്ട്, ജാപ്പനീസ് ബങ്കറില്ലേ, അതാണ് കണ്ടോ ആ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. യെസ്, അപ്പം നമുക്ക് നേരെ ഒരു ചെറിയൊരു പാലമുണ്ട്, അത് കടന്ന് ചാത്തം ഐലൻഡിലോട്ട് പോവാം. ഇത് കണ്ട, ഇത് ചാത്തം ഐലൻഡിലോട്ട് പോകാനുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് ഫെറി കയറി വേണം പോകാനായിട്ട്. നമുക്ക് ഈ വണ്ടി കൊണ്ട് തന്നെ പോവാം കേട്ടോ. നമുക്ക് കാറുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൈക്കാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല, വണ്ടിയും കൊണ്ട് നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോവാം. അതായത് നോർത്ത് ബേ ഭാഗത്തോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ബസ്സാണല്ലോ, ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഇടത്തെ സൈഡിലാണ് കേട്ടോ നമ്മുടെ ഹാഡോ ജെട്ടി ഉള്ളത്. നമ്മൾ ബാരൻ ഐലൻഡിലൊക്കെ പോയില്ലേ, അത് അവിടെയായിരുന്നു. അപ്പോൾ ഇത് ഐലൻഡാണ്, ചാത്തം എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. ഇവിടെയായിരുന്നു പണ്ടത്തെ കപ്പലും ഫെറിയൊക്കെ വന്നിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് നോർത്ത് ബേക്ക് പോകാനുള്ള ഫെറി കിട്ടുക. ഫെറിയല്ല, മറ്റേ ജങ്കാർ. ഫെറിയുണ്ട്, വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ജങ്കാറിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അതേ നേരെ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ചാത്തം ടിക്കറ്റ് കൗണ്ടർ എഴുതിയിട്ടുണ്ട്. ചോദിച്ചു നോക്കട്ടെ റേറ്റൊക്കെ എങ്ങനെയാണ്. അയ്യതേ ഒരാൾ അവിടെ നിന്ന് മുള്ളാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. 60 രൂപ വണ്ടിക്ക്, 15 രൂപ ഒരാൾക്ക് കേട്ടോ, അതാണ് റേറ്റ്. അപ്പോൾ ടോട്ടൽ 75 രൂപ ഒരു സൈഡിലോട്ട്. ഇവിടെ ക്യൂ ഉണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അങ്ങ് ക്യൂ നിൽക്കണം. ഇതാണ് ക്യൂ. അപ്പോൾ ഇവിടെയാണ് ഫെറി വരുന്ന സ്ഥലവും അതുപോലെ ജങ്കാർ വരുന്ന സ്ഥലം കേട്ടോ. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ജങ്കാറുണ്ട്. ഇപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ വരും, അങ്ങോട്ട് പോയിട്ടുണ്ടോ ഒരെണ്ണം കണ്ടോ. ഇതാണ് ജെട്ടി. ഇത് കണ്ടോ, ഇതാണ് ഫെറി. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് പോകാനുള്ളത്. നേരെ കാണുന്ന അപ്പുറത്തെ സൈഡ് അത് ബാംബൂ ഫ്ലാറ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ഈ ഒരു റൈറ്റ് ഭാഗത്താണ് നമ്മുടെ നോർത്ത് ബേ ഉള്ളത്, അങ്ങോട്ടാണ് നമുക്കിനി പോകാനുള്ളത്. കണ്ടോ, ഇതാണ് ജങ്കാർ കേട്ടോ. നേരെ വന്നങ്ങ് എടുക്കും, വണ്ടികളെ കയറ്റിക്കൊണ്ട് പോകാം നമുക്ക്. നമ്മുടെ ഫോർട്ട് കൊച്ചി വൈപ്പിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് അതിനേക്കാളും ചെറുതാന്ന് തോന്നുന്നു. നമ്മുടെ വൈപ്പിനിലൊക്കെ ഉള്ള സാധനം വലിയതാണ് ഫോർട്ട് കൊച്ചി അവിടെ ഓടുന്നത്. MV പിലോ ബാബി അതാണ് അതിൻ്റെ പേര്. വന്ന അടുക്കേ ഇപ്പോൾ വണ്ടി നിന്നില്ല, അതിന് മുമ്പേ ആൾക്കാർ ഇറങ്ങാണല്ലോ. ഈ ആൾക്കാർ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുകയാണ് ക്യൂവിൽ. ഞാൻ പോയി വണ്ടി എടുക്കട്ടെ, അപ്പോൾ കയറാൻ തുടങ്ങും. ഓക്കെ, അവിടെ ടിക്കറ്റ് ഒരാൾ നോക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ജങ്കാറിലോട്ട് കയറാണ്. അപ്പോൾ ഇവിടെ കാറൊന്നും കയറ്റിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. പറ്റുമായിരിക്കും, അറിയില്ല കേട്ടോ. വട്ടം വന്നു.
ഓ ഇങ്ങനെ നിർത്തണം അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയിട്ട് ഓരോരുത്തരിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ സൈഡ് ചരിച്ച് വെച്ചു. അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. എല്ലാ വണ്ടികളും അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ കയറുമല്ലോ. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ ഓപ്പോസിറ്റ് പോകാൻ പോകണം, ബാംബു ഫ്ലാറ്റ്. നമ്മുടെ വണ്ടി ഇതേ പുറപ്പെട്ടു. ഈ സംഭവം ഇങ്ങനെ അടയുന്നുണ്ടേ, നോക്കി ഇതുണ്ടോ. അപ്പോൾ അതിലിങ്ങനെ മേളോട്ട് ഇങ്ങനെ അടയും. ഇതുണ്ട്, ഇവിടെ ഉണ്ട് ഈ സംഭവമൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. കൊള്ളാമല്ലേ? വണ്ടികൾ വെച്ചേക്കണുണ്ട് നിങ്ങൾ. നല്ല കറക്റ്റ് ഒതുക്കിയ അച്ചടക്കമുള്ള ഒരു സെറ്റപ്പ്, നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് ആളുകൾ ആരും പറഞ്ഞു കൊടുക്കണല്ലോ, സ്വന്തമായിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യണം. കണ്ടോ, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ളത് ഇവിടെ കയറ്റിയാൽ നേരെ അപ്പുറത്ത് ഇറങ്ങാം. ഇത് ഒരു സൈഡിൽ കൂടി എൻട്രിയും എക്സിറ്റും ഉള്ളത്. യെസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു. ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ, നേരെ അപ്പുറത്തെത്തും. നമ്മൾ ആ സൈഡിലോട്ടാണ് പോകണം. അവിടെ കാണുന്ന ഒരു ചെറിയ മല കണ്ട, അതിനെ മൗണ്ട് മണിപ്പൂർ എന്നാണ് പറയണം. ഈ സൈഡാണ് നോർത്ത് ബേ. ആ 2 ജങ്കാറുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും വരുന്നുണ്ട് ഒരേ സമയം തന്നെ. അതുപോലെ 2 വീലറും അതുപോലെ ഈ പാസഞ്ചേഴ്സും മാത്രമാണ് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഈ ഒരു വഴി കൂടി. 4 വീലറും 3 വീലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീനിക്സ് ബേ ജെട്ടില്ല, അവിടെ നിന്നാണ് പോകണമെന്നാണ് അറിയാൻ സാധിച്ചേട്ടാ. 4 വീലർ ഈ വഴി കൂടി പോകില്ല. ഇത് 2 വീലറും പാസഞ്ചേഴ്സും മാത്രമേ ഉള്ളൂ. ഇത് DSS ആണ് ഡ്രൈ സർവീസ് നടത്തണം. DSS എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് സർവീസ്, അവരുടെ ജങ്കാറാണത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമുക്ക് വണ്ടി ഇറക്കാം. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണെങ്കിലും ഏതാണ്ടൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് അങ്ങനെ ആയിരിക്കട്ടെ കണക്ക്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇപ്പുറത്തോട്ട് എത്താം. രാവിലെ ഒരു 5:30 തൊട്ട് ഇത് സർവീസ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം രാത്രി 9 വരെ ആണ്. ലാസ്റ്റ് ഫെറി 9:30 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. ഈ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന വ്യൂ കാണാൻ പോവാം. ഇവിടെ നിന്ന് കാറ് കയറ്റാട്ടാ. കാറ് കയറ്റാലോ. കാറുണ്ടല്ലോ. ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് കാറ് പോകില്ല എന്നതേ. കാറ് കയറും കേട്ടോ. കാറ് വരെ കൊണ്ടുപോകണം. അയ്യോ പശു വഴി ബ്ലോക്ക് ഉണ്ടാക്കി. യെസ്, അപ്പോൾ നമുക്കിനി പോകേണ്ടത് ഇവിടുന്ന് വലത്തോട്ടാണ്. മൗണ്ട് മണിപ്പൂരിലോട്ട് പോകണം. ഇത് നല്ല തിരക്കുള്ള ടൗണാണല്ലോ. ഇവിടെ ജീപ്പ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അതേ നോക്കി കൊള്ളാല്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ജീപ്പ് സർവീസ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബൈക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഫെറി പിടിച്ച് വന്നിട്ട് ഇവിടെ ടാക്സി കിട്ടും. ഇത് കണ്ട, ഇഷ്ടംപോലെ കുറേ വണ്ടികൾ കിട്ടും. ഓട്ടോ ഉണ്ട്, ജീപ്പുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നോർത്ത് ബേ ഒക്കെ കറങ്ങാം. ഇവിടുത്തെ പ്രധാന വ്യൂ പോയിൻ്റൊക്കെ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ വണ്ടികളാണ് എളുപ്പം. ഇത് നോക്കിയാൽ അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി ഷൈൻ, വേളാങ്കണ്ണി പള്ളി. വേളാങ്കണ്ണി പള്ളി എന്ന് പറഞ്ഞാൽ അതല്ല, വേളാങ്കണ്ണി എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. അത് കണ്ട, ഒരു കുന്നിൻ്റെ മുകളിലാണ്. കാത്തലിക് ചർച്ചാണത്. പിന്നെ ഇവിടെ ഒരു മുസ്ലിം മോസ്ക് ഞാൻ കണ്ടായിരുന്നു പുറകു ഭാഗത്ത്. അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഈ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പല സ്ഥലത്തും ഇതുപോലെ ഉണ്ടാ. സൈഡിൽ കടലായിരിക്കും. തീരത്തോട് ചേർന്നുള്ള റോഡാണ്. അയ്യോ, കാളയാണോ അത്? വഴിയിൽ ചാണകിട്ട് സീരിക്കുന്നു. നമുക്ക് കുറച്ചങ്ങ് പോകാനുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇത് ശ്രീ റാം മന്ദിർ, ശ്രീരാമൻ്റെ പേരിലുള്ള ഒരു അമ്പലം ഉണ്ടേക്കാണ്. ഒരു ഹനുമാൻ്റെ വലിയൊരു പ്രതിമയൊക്കെ കാണാം. അത് നല്ല രസമുണ്ടല്ലോ, കളർഫുള്ളാണ് അവിടെ. ഇവിടെ വരുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്. നോർത്ത് ബേക്ക് നമുക്ക് അങ്ങോട്ട് പോകണം. മൗണ്ട് ഹാരിയറ്റ് 3.5 കിലോമീറ്റർ ഇങ്ങോട്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് നമുക്ക് പോയിട്ട് വരാം. ഇവിടെ നിന്നാണ് ആ വ്യൂ ഉള്ളത് കേട്ടോ. ഏതണ്ട, മൗണ്ട് ഹാരിയറ്റ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ പേര്. പഴയ പേരാണ് ഇത്. പിന്നീട് 2021 ഇതിൻ്റെ പേര് മാറ്റിയിട്ട് മൗണ്ട് മണിപ്പൂർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാലാണ് മറ്റേ വ്യൂ കാണുന്നത്. നമ്മുടെ 20 രൂപ നോട്ടിലുള്ളത്, പഴയ നോട്ടില്ലേ, അത് കണ്ടിട്ട് വരാം. ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ വഴിയാണ് കേട്ടോ. ഒരു കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ഫീലാണ്. ടവറൊക്കെ ഉണ്ട്. അയ്യോ, ഇത് ഏതാ വഴി? ഇങ്ങോട്ടാണ് വഴി. ഏതാണ്? ഇത് തന്നെ തോന്നുന്നു. മനസ്സിലാവണില്ലല്ലോ. മാപ്പ് ഒന്ന് നോക്കിയേക്കട്ടെ. മാപ്പിൽ ലൊക്കേഷൻ കാണിക്കണല്ലേ. അയ്യോ, ഇതിനകത്ത് വഴിയില്ലല്ലോ. അതല്ലെന്ന് തോന്നുന്നു. ഇതാണെന്ന്. ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ്. ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, റോഡ് ഫ്രം ഐസ് പ്ലാന്റ് ടു നോർത്ത് ബേ ബസ്തിയ. അറിയില്ല മോനെ, പോയി നോക്കാം. ഇതാവണ സാധ്യത.
ഇവിടെ ഒരു BSNL ടവറൊക്കെ ഉണ്ട്, അതായത് 4G ടവർ. ഇതായിരിക്കും. അതെ, നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ ചോദിച്ചു, നമ്മൾ വഴി തെറ്റിപ്പോയി. ഇത് ചെറിയൊരു ഗ്രാമമാണ്, ചിന്നപട്ട എന്ന് പറഞ്ഞിട്ടൊരു ടൗണ്. ചിന്നപട്ട തിരിച്ചിറങ്ങണം, നല്ല ഹൈറ്റിലാണ് അത്. നോക്കി ബ്രേക്ക് പിടിച്ചിറക്കാം. അപ്പോൾ നേരത്തെ കണ്ട വഴിയായിരുന്നു, അത് നേരെ ചെറിയ റോഡ് പോകണം. ഇത് കണ്ടത് നമ്മൾ ഇവിടെ നിന്നാണ് കയറി ഇങ്ങനെ വന്നത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്, നേരെ വിട്ടാൽ മതി എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. പോയി നോക്കാം. ഞാൻ സ്പീഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു പെട്ടിക്കടയുണ്ടേ, അതിൻ്റെ അവിടെ ഒരു പോസ്റ്റർ ഇത് നോക്കി, ഈ മരത്തിൽ വെച്ചേക്കണ 20 രൂപ. നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഒരു പിക്ചറാണ്, പഴയ 20 രൂപ നോട്ടിലുള്ള അതിൻ്റെ പുറകിലുള്ള ഈ ഒരു പിക്ചർ. അതാണ് മോരെ ഇത് സ്ഥലം എത്തി, അടിപൊളി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ആ ഒരു പിക്ചർ എടുത്ത സ്ഥലം. ഇവിടെ നിന്നാണ് എടുത്തേക്കണം. ഇത് കണ്ട, എൻ്റെ കയ്യിൽ 20 രൂപ നോട്ടുണ്ട്, കണ്ട 20 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള പിക്ചർ, അത് എടുത്തിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ട അടിപൊളിയല്ലേ? വാവ്. അങ്ങനെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ കണ്ടിരിക്കുകയാണ്. അതാണ് നോർത്ത് ബേ ട്ടാ. നോർത്ത് ബേ എന്ന് പറയുന്ന ഏരിയയും ലൈറ്റ് ഹൗസും ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് നേരെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മൗണ്ട് മണിപ്പൂർ ഇങ്ങനത്തെ വഴിയാണ്ടാ. ഈ മരവ് കിടക്കണമെങ്കിൽ വെള്ള കളർ പശുവാണ്, നല്ല ഭംഗിയുണ്ടല്ലോ എന്നെ കാണാൻ. നിറച്ച് പശുവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താ കാണാനുള്ളതെന്ന് അറിയില്ല, പോയി നോക്കാം. ഇത് കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെ. ഇതൊക്കെ ആരുമില്ല, വിജനമായ സ്ഥലം. സമയം ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയോ? 4:30 കേട്ടാ. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. അയ്യോ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ മണിപ്പൂർ പർവ്വത നാഷണൽ പാർക്ക് വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നുമില്ലേ. ക്ലോസ് ഓക്കെ. കിतना ടൈം? 4:50. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടാ. കേസ് ഇവിടെ ഒരാൾക്ക് കയറാനായിട്ട് 50 രൂപ. ഈ ഒരു സ്ഥലത്തിൻ്റെ പഴയ പേരാണ് കേട്ടോ മൗണ്ട് ഹാരിയറ്റ് എന്ന് പറഞ്ഞാൽ. 2021 ഗവൺമെൻറ് അതിൻ്റെ പേര് മാറ്റി മൗണ്ട് മണിപ്പൂർ എന്നാക്കിയത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? മണിപ്പൂരിലെ മഹാരാജാവായിരുന്ന കുൽചന്ദ്ര സിംഗിനെയും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബ്രിട്ടീഷുകാർ ഇവിടെയായിരുന്നു തടവിലാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദരസൂചകമായിട്ടാണ് മൗണ്ട് മണിപ്പൂർ എന്നുള്ള പേര് ഈ ഒരു സ്ഥലത്തിന് കൊടുത്തേക്കണം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു അത്യാവശ്യം ഹൈറ്റുള്ളൊരു മലയുടെ മുകളിലാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 365 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു മൗണ്ട് മണിപ്പൂർ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും അതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. റോസ് ഐലൻഡും നോർത്ത് ബേയും ഈ പോർട്ട് ബ്ലെയർ ഒക്കെ കാണാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടാവും. പിന്നെ ഒരുപാട് അപൂർവമായിട്ടുള്ള പക്ഷികളും ചിത്രശലഭങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ജംഗ്ഷനിലോട്ട് വന്നു. ഇനി ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ നോർത്ത് ബേ എത്തോട്ടാ. ഇത് കണ്ടാ നല്ല വ്യൂ അല്ലേ? സമയം ഇപ്പോൾ 4:45. അപ്പുറ സൈഡ് കാണുന്നത് നമ്മുടെ പോർട്ട് ബ്ലെയർ ആണ്. അല്ല, പോർട്ട് ബ്ലെയർ പഴയ പേര് നമ്മുടെ ശ്രീ വിജയപുരം. ഇവിടെ കിടിലനൊരു വ്യൂ ഉണ്ടല്ലോ. ഒരു ലൈറ്റ് ഹൗസ് കാണാം, ചെറിയൊരു ലൈറ്റ് ഹൗസ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ റോസ് ഐലൻഡാണ്. ഞാൻ ഇങ്ങോട്ടൊന്ന് വളയ്ക്കട്ടെ. ഇത് കണ്ട റോസ് ഐലൻഡ് എന്നുള്ള പഴയ പേര് കേട്ടോ. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ് പുതിയ പേര്. ഇതാണ് പോർട്ട് ബ്ലെയറിൻ്റെ കാഴ്ച. സൂര്യാസ്തമയമാണ്. അല്ല, സമയമുണ്ട്, ഇനി അരമണിക്കൂറിൽ കൂടുതലുണ്ട്. ഇത് കണ്ട നൈസ് വ്യൂ. ഇത് കിടിലൻ ട്രിപ്പാണല്ലോ. അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ റൂട്ട് വന്നോട്ടാ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇത് കണ്ട ഫുള്ള് ഒരു മലയാണിത്. ഇത് നമ്മുടെ മൗണ്ട് മണിപ്പൂരിൻ്റെ ഭാഗം തന്നെയാണ്. കംപ്ലീറ്റ് തെങ്ങുകളാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ കടലും പിന്നെ അതിൻ്റെ അപ്പുറത്ത് നോർത്ത് ബേ നമ്മൾ കണ്ട ആ ലൈറ്റ് ഹൗസാണ് അപ്പുറത്തുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഈ കിടില റോഡ്. ഇനി ഇങ്ങനെ പോകട്ടെ, മൊത്തം കറങ്ങി അവിടെ എത്തണം. കുറേ ദൂരമുണ്ട് നമുക്ക് പോകാനായിട്ട്. കിടില റോഡാണ്, നല്ല സെറ്റപ്പായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറച്ച് പശുക്കളാണേ. ഇത് നോക്കി, നല്ല ഭംഗിയല്ലേ കാഴ്ച കാണാൻ. ഇതുണ്ടോ, കുറേ എണ്ണം ഉണ്ടല്ലോ. ഇത് കാളയെന്ന് തോന്നും, കൊല്ല കൊമ്പൊക്കെ ഉണ്ട്. യെസ്, നമുക്ക് വണ്ടിയും കൊണ്ട് വരാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് പോയിന്റിലെത്തി. വണ്ടി ഇവിടെ ഇടയിൽ പാർക്ക് ചെയ്യട്ടെ. ഇവിടെ എവിടെയും വെക്കാം അല്ലേ? അതെ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയിട്ടാ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതെന്താണ് അങ്ങനെ? അറിയത്തില്ല കേട്ടോ, ആരും കാണാനില്ല. ഇവിടുത്തെ സമയമൊക്കെ കഴിഞ്ഞ് ഇത്രയും ടൈമായില്ലേ, 4:30 ആയല്ലോ. നോർത്ത് ബേയുടെ ഭാഗത്ത് ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ട് തിരിച്ചു വന്ന് വിചാരിച്ചു. സാധാരണ നോർത്ത് ബേ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ
എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് കണ്ടില്ലേ, നമ്മൾ റോസ് ഐലൻഡിൽ പോയില്ലേ. റോസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ്. അപ്പോൾ അത് കമ്പൈൻ ചെയ്താണ് ആളുകൾ ഇവിടെ വരുന്നത്. ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പോർട്സ് ആണ്. നമുക്ക് സ്കൂബ ചെയ്യാം, പിന്നെ ബനാന റൈഡ്, ജെസ്കി, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വാട്ടർ സ്പോർട്സ് ചെയ്യുന്നത് മറ്റേ ഐലൻഡിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും രസം. അവിടെയാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ അബർഡീൻ ജെട്ടിയില്ലേ, അബർഡീൻ ജെട്ടിയിൽ നിന്ന് റോസ് ഐലൻഡിൽ പോയി അവിടെ നിന്ന് അതേ ബോട്ടിൽ തന്നെ നോർത്ത് ബേ വന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്ത് തിരിച്ച് പോർട്ട് ബ്ലെയറിൽ പോകുന്ന റൗണ്ട് ട്രിപ്പാണ്. 870 തോന്നുന്നു റേറ്റ്, മറന്നുപോയി. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് റോഡ് മാർഗ്ഗം വന്നു എന്നുള്ളൂ. റോഡ് മാർഗ്ഗം വരുന്നത് ഇങ്ങനെയാണ്, ഈ റൂട്ടിൽ കൂടിയാണ്. യെസ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്ന അടുത്തൊരു ദിവസം ഞാൻ ഫ്രീ ഉണ്ട്, രാവിലെ ഒന്നും കൂടി വന്നാലോ, ഇവിടുത്തെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഈ മൗണ്ട് മണിപ്പൂരും കൂടി കണ്ട് അവിടുത്തെ വ്യൂവും കണ്ടിട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നോക്കിയാൽ മതി. നമുക്ക് അങ്ങനെ ഒരു ഒന്നും കൂടി വരാം. നല്ല രസമുണ്ട്. എന്തായാലും ഇവിടെ ഞാൻ നോക്കുമ്പോൾ പെയിൻറ്റിങ് ചെയ്തേക്കണ്ട, വഴിയിൽ നല്ല ഭംഗിയിൽ വരച്ചേക്കണം അല്ലേ. ഒയ്യോ എന്ത് രസം നോക്കി, അടിപൊളിയല്ലേ. വല്ല പിള്ളേർ വരച്ചാണോന്ന് അറിയത്തില്ല, ഭയങ്കര ഒറിജിനാലിറ്റി, നല്ല രസമുണ്ട്. അങ്ങറ്റം വരെ ഉണ്ട് അവിടെയൊക്കെ. പിന്നെ ഇവിടെ വേലി ഇറങ്ങിപ്പോയപ്പോൾ ആളുകൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽസാണ് അവരെനിക്ക് തോന്നുന്നു ഞണ്ടിനെ പിടിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. കുറേ പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ചെളിക്കകത്ത്. യെസ്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. വന്ന പോലെ തന്നെ ചെങ്കാറ് കയറിയാണ് പോണേ. ഞാനേ തിരിച്ചു പോകണ വഴിക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കിട്ടിലൊരു സൺസെറ്റ്. എൻ്റെ പൊന്നു, അത് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ശരിക്കും നോർമലി നമുക്ക് ഹോം സ്റ്റേയിലോട്ട് പോകാൻ തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇപ്പോൾ സമയം 5:20, 5:30 ആകുമ്പോഴാണ് ഇവിടുത്തെ സൂര്യാസ്തമയം. നല്ല ഭംഗിയുള്ളൊരു സൂര്യാസ്തമയമായിട്ട് ഒരു രക്ഷയില്ല. ആൻഡമാനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, സൂര്യോദയവും സൂര്യാസ്തമയവും. അത് മനോഹരമായ രീതിയിൽ പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് മലകൾക്കിടയിലൊക്കെ ആണെങ്കിൽ ചില ഭാഗത്ത് ചില ഐലൻഡുകളിൽ ചെന്നാൽ കടലിൽ നിന്ന് ഉയർന്നു വരുന്നതും കടലിലോട്ട് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ കാണാം. അതാണ് ഈ ഒരു ആൻഡമാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻഡമാനിലൊക്കെ വരുന്നവർ ഉറപ്പായിട്ട് ഈ ഒരു റൂട്ട് ഒന്ന് പിടിച്ചു നോക്കണേ. പാക്കേജിൽ വരുന്നവർക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ടാണ് വരണമെങ്കിൽ ഈ ഒരു സംഭവം റൂട്ട് പൊളിയാണ്. അത് സൺസെറ്റ് ടൈമാണെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത ദിവസം ഇവിടെ വരാനൊരു പ്ലാനും കൂടി ഉണ്ട്, നോക്കാം എങ്ങനെയാണെന്ന്. ടൈം കിട്ടാനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഈ റൂട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്, എന്നാലും പ്ലാൻ ചെയ്യാം. യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. യെസ്. കിടന്നൊരു സൺസെറ്റ് കണ്ടുകൊണ്ട് ടാറ്റാ, ബൈ.